കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി എന്താന്ന് പറ. അത് പറഞ്ഞ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? ഇല്ല, ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കില്ലല്ലോ? ഒരിക്കലും ഇല്ല. ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ലെന്നേ. പ്രോമിസ്? പ്രോമിസ്. നമ്മുടെ വിവാഹം കഴിഞ്ഞതല്ലേ? കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഇരിക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെ ആണല്ലോ. അല്ല, അമ്മയും അച്ഛനുമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആവണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അതങ്ങനെയല്ല. പിന്നെ എങ്ങനെ? ഭാര്യയും ഭർത്താവുമായിട്ടിരിക്കണമെന്നാ. അങ്ങനെ ആരാ പറഞ്ഞു? മറ്റുള്ളവരെല്ലാം. അവര് പറയുന്നൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കേൾക്കണം കേട്ടോ. അവർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്തെങ്കിലും സംഭവിച്ചാ? എന്ത് സംഭവിക്കുന്ന? അറിയില്ല. നമുക്കിടയിൽ സംഭവിക്കേണ്ടത് സംഭവിക്കണം. അത് സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം പോകുന്നതിലാവൂ. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോവും. വേണ്ട വസു, നമ്മൾ തമ്മിൽ പിരിയെന്നുള്ള കാര്യം ഇനി മിണ്ടരുത്. നമ്മൾ എല്ലാ കാലവും ഒന്നായിരിക്കും. പിരിയാതിരിക്കണമെങ്കിൽ നമ്മള് ഒന്നു ചേരണം. സമ്മതിപ്പിച്ചോ? എന്റെ മനസ്സ് ഏട്ടന് സമർപ്പിക്കുക. ഏട്ടന് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ. നമ്മുടെ ഈ ജീവിതത്തിന് നമ്മൾ ഒന്നു ചേരേണ്ടത് അത്യാവശ്യമാണെങ്കിൽ എൻ്റെ മനസ്സും നിന്നോടൊപ്പമാ വസു. മനസ്സുകൾ ഒന്നായി കഴിഞ്ഞാൽ ശരീരം ഒന്നു ചേരുന്നതിൽ തെറ്റില്ല. നമ്മൾ രണ്ടുപേരല്ല,
നമ്മൾ ഒന്നാണ്. പാടും നില മായ നില നില ഈറന്നില എല്ലാം സ്വപ്നായിരുന്നോ? എന്തൊരു വൃത്തികെട്ട സ്വപ്നായിരുന്നു. ഞാൻ ജീവനോടിരിക്കുമ്പോ അവരൊന്നു ചേരാൻ പാടില്ല. എനിക്ക് കിട്ടാത്ത സന്തോഷം വേറെ ആർക്കും കിട്ടണ്ട. ചെയ്യണം, എന്തേലും ചെയ്തേ മതിയാകും. ഈ കാർത്തിക് ഇതെവിടെ പോയിരിക്കുക? കാർത്തികേ, മോളെ കാർത്തികേ, നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? തൈരില് ഷുഗർ ഇട്ട് കഴിക്കുക. ആ, എന്തിനാടി? നിന്റെ തടി കൂട്ടാനാണോ? അല്ല, ബ്രെയിൻ പവർ കൂട്ടാനാ. ആ, തൈരില് ഷുഗർ ഇട്ട് കഴിക്കുവാണേൽ ബുദ്ധി വർദ്ധിക്കുമെന്ന് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. ഓ, ആരാ വീഡിയോ ഇട്ടത്? ആ, തൈര് വെക്കുന്നവനോ ഷുഗർ വെക്കുന്നവനോ? അത് രണ്ടുകൂടി കലർത്തി കുടിച്ചാ നിന്റെ ബുദ്ധിയൊന്നും കൂടാൻ പോകുന്നില്ല, അവരുടെ സാമ്പത്തികം കൂടത്തേ ഉള്ളൂ. അതൊക്കെ പോട്ടെ ആന്റി, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടടി. സമയം 7 മണി പോലും ആയില്ല, അതിനുള്ളിൽ നിങ്ങൾ ഉറങ്ങി സ്വപ്നവും കണ്ട് കണ്ണും തുറന്ന് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇപ്പൊ അതെന്തിനാ പറയുന്നേ? എന്ത് സ്വപ്നാണെന്ന് ചോദിക്കേ. എന്താ? വസു അബിയും ഒരുമിക്കുന്ന സ്വപ്ന കണ്ടത്. എന്താ കണ്ട? നിനക്ക് ഷോക്കായില്ലേ?
നാട്ടിൽ വെച്ച് മുത്തശ്ശി പറഞ്ഞിട്ട് ഒന്നാവാത്തവര് ഇപ്പൊ എങ്ങനെയാ ഒന്നാവുന്നേ? അയ്യോ, ഞാനിപ്പൊ എന്തു പറയാനാടി? ഈ പോക്ക് കണ്ടിട്ട് ഒന്ന് ചേരുന്നാ തോന്നുന്നേ. ഒരുമിക്കാനായിട്ട് വസുവിനോട് ഭാവന ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. വസു ആണെങ്കി പൂജാമുറിയിലേക്ക് പോയിട്ട് ഇന്നു മുതൽ എന്റെ വിവാഹ ജീവിതം ആരംഭിക്കാൻ പോവാണെന്നും എന്നെ അനുഗ്രഹിക്കണമെന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഞാൻ എന്റെ കണ്ണോട് കണ്ടതാടി. പുതിയ ജീവിതം തുടങ്ങാന്ന് വെച്ചാ അഭിയേട്ടനും വസുവേട്ടത്തെയും ചേരൂന്നല്ലേ അർത്ഥം? വസുവേട്ടത്തി ചിലപ്പോ പുതിയ ബിസിനസ് വല്ലതും ആരംഭിച്ചേക്കാം. അല്ലെങ്കിലും വസുവേട്ടത്തിക്ക് ബുദ്ധി കൂടുതലാണല്ലോ. അവൾ അഭിയോടൊപ്പം കുടുംബജീവിതം നയിച്ചാലും അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്താലും നഷ്ടം നമുക്ക് തന്നെയാ. ഇപ്പോഴേ അഭി അവള് പറയുന്നത് കേൾക്കുക. അവൾക്ക് അവൻ സപ്പോർട്ട് ചെയ്യാ. നാട്ടിന്ന് കിട്ടിയ ആഭരണം കൊടുത്ത് നിന്റെ അമ്മായി വരെ കൈക്കലാക്കി. നിന്റെ അമ്മായിയപ്പനും വസുവിന് സപ്പോർട്ട് ചെയ്യാ. പോരാത്തതിന് ഭാസ്കറും ഭാവനയും അഖിലും ഒക്കെ അവൾക്ക് സപ്പോർട്ടാ. ബാക്കിയുള്ളത് നീയും ഞാനുമോ? അവള് നമ്മളെ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ നേരത്തെ കറിവേപ്പിലെടുത്ത് മാറ്റി വെക്കുന്നത് പോലെ നമ്മളെടുത്ത് ദൂരെ കളയും. ഇല്ല ആന്റി, അങ്ങനെ സംഭവിക്കരുത്. അപ്പോ പിന്നെ വസുവിനും അഭിക്കും ഇടയില് ആ കാര്യം നടക്കരുത്. എങ്കിലേ നീയും ഞാനും സേഫ് ആവൂ. അവരൊന്നിക്കണമെന്ന് അമ്മയുടെയും കൂടെ ആഗ്രഹമല്ലേ, അതെങ്ങനെ തടയാനാവും? തൈരും പഞ്ചസാരയും കലർത്തി കുടിച്ചോണ്ടിരിക്കല്ലേ? നന്നായിട്ട് ആലോചിച്ചോ. ആന്റിയുടെ കയ്യിൽ ഐഡിയ ഒന്നും ഇല്ലേ? ആ, ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവാനാടി പാട്. അത് നശിപ്പിക്കാൻ എളുപ്പമാ. എത്രയോ മാർഗങ്ങളുണ്ട്. പക്ഷെ ഏത് വഴി സ്വീകരിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കുറുക്കു വഴിയാ നല്ലത് ആന്റി. അതെ, ആദ്യം ആ വസുവിന് ആരും ഇല്ലാതാക്കണം. അവളെ ആരും സഹായിക്കാൻ പാടില്ല. എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കൂ. അതിന് നമുക്ക് നല്ലൊരു അവസരം കിട്ടണം. ഏട്ടനോട് വേഗം വരാനാ പറഞ്ഞേ. എന്താ ഇനിയും വരാത്തെ? അദ്ദേഹത്തിന് വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലാതെ വന്നു കഴിഞ്ഞാ ഞാൻ എന്താ പറയാ? എന്ത് വിചാരിക്കുമോ ആവോ? ഏട്ടൻ നേരത്തെ വ്യക്തമാക്കിയതാ, നമ്മൾ അച്ഛനും അമ്മയും ആയിരിക്കണം, ഭാര്യ ഭർത്താവായിട്ട് വേണ്ടാന്ന്. ഒരുമിച്ചില്ലെങ്കിൽ ആപത്ത്. ഒരുമിക്കണമെന്ന് എങ്ങനെയാ പറയാ? ഭഗവാനെ, നീ എനിക്കൊരു വഴി കാണിച്ചതാ. അഭി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ വസു അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അഭിയെ കൺവിൻസ് ചെയ്ത് അവര് രണ്ടുപേരും ഒരുമിക്കും. എന്ത് ചെയ്യൂടി? ആ, ഒരു കാര്യം ചെയ്യാം. എന്താത്? അന്നൊരു ദിവസം ആന്റി കോണിപ്പടിന്ന് താഴേക്ക് വീണില്ലായിരുന്നോ? ഒരു തവണയും കൂടി ഒന്ന് വീണു നോക്കൂ. അവരുടെ ഫസ്റ്റ് നൈറ്റ് മുടങ്ങും. അമ്മേ, ഞാൻ ചെന്ന് വീഴുമ്പോ അവരുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ മുടങ്ങും? എന്നെ കൊല്ലാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. അവരെ പിരിക്കാൻ വേണ്ടിയുള്ള പ്ലാന് പറ. ശരി ശരി, വാ വാ, വേഗം വാ. വസു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ. അഭിയെ ഇപ്പൊ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എനിക്ക് ടെൻഷൻ ആവുന്നടി. എന്തെങ്കിലും ഇത് ചെയ്യേ. തൈരും പഞ്ചസാരയും കുടിച്ചതല്ലേ? പ്ലാൻ പറ. കോട്ടുവാ വരുന്നതല്ലാതെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല ആന്റി. ഏട്ടാ, ഭാസ്കരേട്ടാ, ചേട്ടാ, ഭാസ്കരേട്ടാ.
അബി എന്താ അഭി, എന്തു പറ്റി? എന്തിനാ അബി ഭാസ്കരനോട് ദേഷ്യപ്പെടുന്നേ? എന്താ ഏട്ടാ ഇത്? ഞാൻ എന്താ പറഞ്ഞത്, ഏട്ടൻ എന്താ ചെയ്തേ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കെയർലെസ് ആവുന്നേ? നിങ്ങളിങ്ങനെ മൈൻഡ് ഓഫ് ആയാലും എങ്ങനെ? സംഭവിച്ചത് എന്താ അഭി? ഏട്ടൻ നമ്മുടെ റെപ്യൂട്ടേഷൻ മുഴുവൻ നശിപ്പിച്ചു വച്ചാ. ഞാൻ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഈവന്റ് മാനേജ്മെന്റ് ഈ ഏട്ടൻ മൊത്തം കൊളാക്കി. ഇന്ന് 2 ഈവന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ നോക്കാമെന്നും ഒന്ന് ഏട്ടനെ നോക്കാനോ ഏൽപ്പിച്ചു. ആ ഈവന്റ് മാനേജ്മെന്റ് എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചതാ. എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ തലയാട്ടിയതാ. എന്നിട്ട് അവിടെ നടന്നതെന്താ? ഫ്ലവർ ഡെക്കറേഷൻ ആയിക്കോട്ടെ, ഗസ്റ്റ് വിസിറ്റിംഗ് ആയിക്കോട്ടെ, സ്നാക്സ്, ഡിന്നർ, എന്തിന് ഇതിൽ ഒന്നുപോലും പെർഫെക്റ്റ് ആയിരുന്നില്ല. നത്തിങ് വാസ് സാറ്റിസ്ഫൈഡ്. ഞങ്ങൾ തന്ന ബഡ്ജറ്റ് എത്ര, നിങ്ങൾ ചെയ്ത അറേഞ്ച്മെന്റ്സ് എന്താണെന്ന് അവർ ചോദിക്കുന്നത്. എല്ലാരും എന്നോട് ചോദിക്കുക, ഈ ഈവന്റ് ചെയ്ത സംസ്കൃതി ഈവന്റ്സ് ആണോ അതോ വേറെ ഏതെങ്കിലും ടീമാണോ? ഞാൻ അവർക്ക് എന്ത് ഉത്തരവാ കൊടുക്കേണ്ടത്? എന്താ ഭാസ്കർ ഇത്? അബി നിന്നോടെല്ലാം പറഞ്ഞിരുന്നല്ലേ? നീ അടുത്ത് നിന്നെല്ലാം നോക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ നോക്കിയതാ അമ്മേ. നോക്കിയിട്ടാണോ ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈ നോക്കുക എന്ന് പറഞ്ഞാൽ അത് മേൽനോട്ടം മാത്രമല്ല, എല്ലാ സ്ഥലത്തും നമ്മൾ തന്നെ പോയി നോക്കണം. നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ നോക്കണം. ഹോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് ആയി ഇവന്റ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഈവന്റ് ആയിട്ട് നമ്മളത് കാണണം. ഇതെല്ലാം ഏട്ടൻ ചെയ്തോ? സോറി അബി, നമ്മുടെ ടീം കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ. ഒന്ന് നിർത്തേട്ടാ. അതെങ്ങനെ ഏട്ടൻ തന്നെ വിചാരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിൽ നിന്ന് ചെയ്യേണ്ടത് ഏട്ടനാണ്. ടീമിന്റെ കൂടെ നിന്ന് എല്ലാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളായിരുന്നു. എല്ലാം അവരെ ഏൽപ്പിച്ച പിന്നെ നമ്മളെന്തുണ്ടാക്കാൻ അവിടെ നിൽക്കുന്നത്? അവസാനം ചീത്തപ്പേര് ആർക്കാ വന്നേ? നമുക്ക് തന്നെയല്ലേ? ഇത് എനിക്ക് ഗുണമുള്ളൊരു വഴക്കാണെന്ന് തോന്നുന്നല്ലോ. ആ എന്നും പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ ഏട്ടൻ എങ്ങനെ വഴക്ക് പറയുന്നത് ശരിയാണോ അബി? ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇവിടെ പുറത്തുനിന്നുള്ള ആരുമില്ല. എന്നാലും പ്രായത്തെ കുറച്ച് ബഹുമാനിക്കണ്ടേ? ഭാസ്കർ നിന്നെക്കാളും വയസ്സിന് മൂത്തതല്ലേ? അവന് ചിലപ്പോ നിന്റെ അത്രയും ബുദ്ധിയില്ലായിരിക്കാം എന്ന് കരുതി എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെങ്ങനെ അപമാനിക്കണോ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഏട്ടനെ അപമാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എന്ത് ജോലി ചെയ്താലും കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. അവന് നിന്റെ അത്ര അനുഭവമല്ലല്ലോ മോനെ. ഇത്രയും വലിയ ഇവന്റ് ഒക്കെ ആകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് കരുതി നീ സ്വന്തം ഏട്ടനെ വഴക്ക് പറയാ? ഇതൊന്നും ശരിയല്ല അബി. നിന്റെ അച്ഛനും അമ്മയും പോലും ഇതുവരെ നിന്റെ ഏട്ടനെ വഴക്ക് പറഞ്ഞിട്ടില്ല. നീ അവരെക്കാളും വലിയവനായോ മോനെ? വെറുതെ മാറ്റർ ഡൈവേർട്ട് ചെയ്യാൻ നോക്കല്ലേ ഇളയമേ.
ഇവിടെ വലിയവര് ചെറിയവരെന്നുള്ള പ്രശ്നമല്ല നടക്കുന്നത്. നമ്മുടെ സംസ്കൃതി ഈവൻസിന് ഒരു ബ്ലാക്ക് മാർക്കും ഉണ്ടാവരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാ ആ ഒരൊറ്റ സംരംഭം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരാൾക്ക് തെറ്റുപറ്റിയാൽ നമ്മുടെ കുടുംബം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കാം അബി. ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. മതി അച്ഛാ. ഏട്ടനെ കൊണ്ട് ഒരു ഇവന്റ് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആവശ്യമില്ലാതെ എന്തിനാ ഏട്ടൻ കഷ്ടപ്പെടുന്നത്? ഏട്ടന്റെ സ്ഥാനത്ത് പുറത്തുനിന്ന് ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്തേക്കാം. ഏട്ടൻ എപ്പോഴത്തെയും പോലെ അക്കൗണ്ട്സ് മാത്രം നോക്കിയാൽ മതി. പുറത്തുനിന്ന് ഒരാൾക്ക് കൊടുക്കാനോ? ആ, അഖിലിന് കൊടുക്കാനായി ചോദിക്കാം. പുറത്തുനിന്നുള്ള ആൾക്കാർ എന്തിനാ? ഇതുവരെയും സംസ്കൃതി ഈവൻസ് നമ്മുടെ ഫാമിലിയുടെ കീഴിലായിരുന്നു. അപ്പൊ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ എന്തിനാ? ഏട്ടനെ കൊണ്ട് ഈവൻസ് നോക്കാൻ കഴിയില്ല. അഖിലാണെങ്കിൽ അത്രയ്ക്ക് എക്സ്പീരിയൻസും ഇല്ല. എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഭാസ്കർ ഏട്ടന് കൊടുത്ത ജോലി ഏട്ടൻ എന്നെ ഏൽപ്പിക്കൂ, ഞാൻ ചെയ്തോളാം. നീ എന്തറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നേ? ഭാസ്കറിന് അഖിലിനേക്കാളും ഇക്കാര്യത്തിൽ നിനക്ക് അറിവ് കൂടുതലാ. വീട്ടിലുള്ള കുട്ടികളെ മര്യാദയ്ക്ക് നോക്കാതെ പുറത്തു പോയിട്ട് ഇവന്റ് ചെയ്യാനാ പ്ലാൻ? ഞാൻ ചെയ്യും. ഇവന്റ് ചെയ്യാന്ന് പറഞ്ഞാ വീട്ടിലെ കോലം വരയ്ക്കുന്നത് പോലെ അല്ല, അതിന് ഒരുപാട് എക്സ്പീരിയൻസ് വേണം. അദ്ദേഹം എനിക്ക് ട്രെയിനിങ് തരുമല്ലോ, അത് ഫോളോ ചെയ്തോളാം. അഖിൽ എന്തായാലും എന്നെ സഹായിക്കുമല്ലോ. എന്റെ അഖിൽ നിനക്ക് ഹെൽപ്പർ ആയിരിക്കണമെന്നോ? എന്തൊക്കെയാ പറയുന്നേ?